ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീവിയസ് ഡേയിലെ ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയാസൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിഫ്റ്റി 24,145, അതുപോലെ തന്നെ പ്രീവിയസ് ഡേൻ്റെ ലോ, ആ രണ്ട് ലെവലും തലേ ദിവസത്തെ ലോ, രണ്ട് ലെവലും പ്രോപ്പർ IDX ഏരിയ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേൻ്റെ ലോയിലെ ലിക്വിഡിറ്റി ഏരിയയാണ് 50 മിനിറ്റ്സിൽ. അതുപോലെ 24,145 ഉണ്ട്. അതിന് തൊട്ടടുത്താണ് മറ്റത്, അതിൻ്റെ തൊട്ട് താഴെയാണ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ. അപ്പ് സൈഡ് 24,537. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ താഴേക്കുള്ള എൻട്രി ആയിരിക്കും നോക്കുക. ഇനിയല്ല, താഴെയാണ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ മുകളിലേക്കുള്ള എൻട്രി ആണ് നോക്കുക. അതാണ് ഇപ്പോൾ നിഫ്റ്റിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയ, ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ് 52,580, 77 റേഞ്ചിലൊക്കെ തൊട്ടടുത്ത ആണ് ലിക്വിഡിറ്റി ഏരിയ. അതായത് 52,500 മുകളിലേക്ക് പോകണം. അതായത് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. ആളുകളൊക്കെ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞ ഒരു ഏരിയ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോയാൽ ഞാൻ ഡൗൺ സൈഡ് ആയിരിക്കും പ്ലാൻ ചെയ്യുക. അതൊരു ഡെയിലി ടൈം ഫ്രെയിം ആകുമ്പോൾ കുറച്ചും കൂടി പവർ ഉണ്ടാവും ബാങ്ക് നിഫ്റ്റിയിൽ താഴേക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇൻ കേസ് 51,944 ആദ്യം ടാപ്പ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അപ്പ് സൈഡിലേക്കായിരിക്കും ടാപ്പ് ചെയ്യുക. 51,944 തൊടുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്കായിരിക്കും പ്ലാനിങ്. അതാണ് മാർക്കറ്റ്. രണ്ട് ഏരിയൻ്റെ സെൻട്രലായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏത് ലിക്വിഡിറ്റി ഇതുവരെ ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. അത് എത്തിക്കഴിഞ്ഞാൽ മാത്രം ട്രേഡ് എടുത്താൽ മതി. തൽക്കാലം നമുക്കിപ്പോൾ ട്രേഡൊന്നുമില്ല, വെയിറ്റിംഗ് ചെയ്യുക. എക്സാക്ട്ലി നമ്മുടെ ലെവൽസ് എത്തുമ്പോൾ വരെ മാക്സിമം വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെറുതെ കുറേ ട്രേഡ്സ് എടുത്ത് കളയാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണം തന്നെ വളരെ കൺട്രോളാണ്, കുറവാണ്. 2-3 SL അടിച്ച് കഴിഞ്ഞാൽ നിർത്തേണ്ടി വരും. ഏതായാലും ചാൻസ് വരട്ടെ. നല്ല ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. സമയം 9:51 ആയിട്ടുണ്ട്. നമുക്ക് ഇന്ന് നിഫ്റ്റിയിലൊരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് കിട്ടിയിട്ട് കേട്ടോ. 24,322 മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 323 മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്താണ് ഡൗൺ സൈഡ് നോക്കാം. ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ട നിഫ്റ്റിയുടെ ലെവലാണ്. ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞ ഡെയിലി IDX ഓൾറെഡി എടുത്തിട്ട് മാർക്കറ്റ് അത്യാവശ്യം മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ എൻട്രി ഒന്നും ഇതുവരെ തന്നിട്ടില്ല. നമ്മുടെ അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്ത് 52,580 റേഞ്ചിൽ അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ട്. പക്ഷേ നമുക്കൊരു 1 മിനിറ്റിലൊന്നും എൻട്രി വന്നിട്ടില്ല ബാങ്ക് നിഫ്റ്റി നമുക്ക് താഴേക്ക് തന്നെ നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ IDX എടുത്തതിനെ കൊണ്ട് നല്ല പ്രോബബിലിറ്റി ഉണ്ട് താഴേക്ക് വരാൻ. ഒരു പ്രോബബിലിറ്റി കിട്ടും. എപ്പോഴും പറയാം, ചിലപ്പോൾ സ്ട്രൈറ്റ് മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ SL അടിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ എപ്പോഴും ലിക്വിഡിറ്റി ഏരിയയിൽ എത്തുമ്പോൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ലിക്വിഡിറ്റി ഏരിയയിലാണ്. അപ്പോൾ നമുക്ക് താഴേക്കുള്ള ഓപ്പർച്യൂണിറ്റി നോക്കാം. പക്ഷേ മാർക്കറ്റ് എന്താണ് എൻട്രി തരാതെ നമുക്ക് ഇതില്ല. അതുപോലെ നിഫ്റ്റിയിലും കുറച്ച് മുകളിൽ 24,323 മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നമുക്ക് നോക്കാം. അത് ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ലെവലാണ് കേട്ടോ. ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ലിക്വിഡിറ്റി ലെവലാണ് മാർക്കറ്റ്. പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഡെയിലി ടൈം ഫ്രെയിം എടുത്തുകൊണ്ട് തന്നെ കൂടുതൽ എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും എനിക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ബാങ്കിൽ തന്നെ ചെയ്യാം. ബാങ്കിൽ ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റി തന്നെ നോക്കാം നമുക്ക്. പക്ഷെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ ആളുകളെ ഒന്നുകൂടി ഒന്ന് ട്രാപ്പ് ചെയ്യട്ടെ. അതായത് ഇപ്പോൾ ഒരു നല്ലൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ ആണല്ലോ ബ്രേക്ക് ചെയ്ത്. ഒരുപാട് ഈക്വൽ ഹൈകളുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ബ്രേക്ക് ചെയ്തതാണ്. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ താഴേക്ക് വരുമെന്നും അറിയില്ല. ബ്രേക്ക് ചെയ്തിട്ട് അവിടെ മാർക്കറ്റ് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും അപ്പ് സൈഡിലേക്ക് ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്താൽ എന്താണ് ആളുകൾ പ്രതീക്ഷിക്കുക? റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ റീടെസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും അപ്പ് സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നാണ് നോർമൽ പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സ് ചിന്തിക്കുക. അപ്പോൾ അത്തരം ഏരിയകളിലെത്തുമ്പം ഒന്നുകൂടി മാർക്കറ്റ് അപ്പ് സൈഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷ ഉണ്ട് താഴേക്ക് വരാൻ. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് വീണ്ടും പോവുകയാണെങ്കിൽ. ഓക്കെ. ഫ്യൂച്ചർ ചാർട്ട് ഇന്ന് വലിയ ഡിഫറൻസ് ആയിരിക്കും. കാരണം ഫ്യൂച്ചർ മന്ത്ലി സ്റ്റാർട്ട് ചെയ്തല്ല. അപ്പം വലിയ ഡിഫറൻസ് ഉണ്ടാവും പ്രൈസിൽ. നോർമലി എക്സ്പയറിയുടെ അടുത്താണ് സെയിം ലെവൽസ് വരിക കേട്ടോ. ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ലൊരു ലെവലാണ് ബാങ്ക് ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. അതായത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. സമയം 10:20 ആയിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞ ലെവലുണ്ടല്ലോ 24,323 മുകളിലേക്ക് പോയിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഒരു എൻട്രി ചാൻസ് ഡൗൺ സൈഡിലേക്ക് നോക്കാൻ പറ്റിയുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലുണ്ട്, രണ്ട് ഏരിയയിലുണ്ട്. ബാങ്ക് നിഫ്റ്റിയും ഇതേപോലെ എൻട്രി വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ പിടിക്കും, കൺഫ്യൂഷനാണ്. രണ്ട് ഓപ്പർച്യൂണിറ്റി. നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ടാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല ഒരു ടാർഗറ്റ് ഉണ്ട് ഇന്നത്തെ ട്രേഡിൽ. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ തോന്നുന്നത് കുറച്ചും കൂടി നല്ല ഇപ്പോൾ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിൽ. അതായിരിക്കും നന്നാവുക. ബാങ്ക് ആയിരിക്കും നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നു. ഡെയിലി ടൈം ഫ്രെയിം എടുത്തല്ലേ, അപ്പോൾ കുറച്ചൊന്ന് നോക്കാം. ഏതാച്ചാൽ ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചറിലും ഉണ്ട് കേട്ടോ. ഫ്യൂച്ചറിൽ ഒരു ഏരിയ ഉണ്ട്. ഫ്യൂച്ചറിലൊരു ഏരിയ ഞാൻ മാർക്ക് ചെയ്യാം. ഫ്യൂച്ചറിൽ ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ വേണമെങ്കിൽ എടുക്കാം. ഫ്യൂച്ചർ ചാർട്ടും സ്പോട്ട് ചാർട്ടൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ. ഞാൻ രണ്ടും നോക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒന്നിൽ നോക്കുന്ന ആളുകൾക്ക് അത് നോക്കിയാൽ മതി. കാരണം
പിന്നെ കൂടെ നോക്കുന്നവർക്ക് ചിലർക്ക് ഭയങ്കര ടഫായിട്ട് വരാറുണ്ട്. അപ്പോൾ അത്ര ആളുകൾ ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. നമ്മളിപ്പോൾ ഞാൻ പൊതുവേ ഇല്ലാന്ന് നോക്കാറുണ്ട്. സ്പോട്ടിലാണ് കൂടുതൽ എൻട്രി ഞാൻ കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, 21 ഇപ്പോൾ തൊട്ടടുത്താണ് നമ്മുടെ എൻട്രി ഏരിയ. കുറച്ചും കൂടി ഒന്ന് മുകളിൽ പോയാൽ നമുക്ക് എൻട്രി എടുക്കാം. നമുക്ക് ഏതായാലും ഇതൊക്കെ റെഡിയാക്കി വെക്കാം. നിഫ്റ്റി അല്ല, നിഫ്റ്റി ചെയ്യണേ നമുക്ക് ബാങ്ക് ചെയ്യായിരിക്കും നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് നല്ല ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് മാർക്കറ്റിന്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ 52,600 പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് എത്രയാണ് നോക്കാം. 668 റേഞ്ചിലാണ്. അപ്പോൾ ഒരു 660 റേഞ്ചിലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എൻട്രി വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. 668 ഏതായാലും എന്ത് ചെയ്യാം, നമുക്ക് ഓർഡറൊക്കെ റെഡിയാക്കി വെക്കാം. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. നമുക്ക് ഒന്ന് മാർക്കറ്റ് വരട്ടെ, വന്നിട്ട് എടുക്കാം. അതുപോലെ ഫ്യൂച്ചർ ചാർട്ടിൽ ടാപ്പ് ചെയ്തല്ലോ. മൈ ഗോഡ്, കുഴപ്പമില്ല. സ്പോട്ടിൽ വന്നിട്ട് നമുക്ക് എടുക്കാം. അതാണ് ആ ഒരു സ്പൈക്ക് വന്നില്ലേ മാർക്കറ്റിന്. പെട്ടെന്ന് പ്രീമിയം കൂടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്പൈക്ക് വന്നിട്ടുണ്ട്. പക്ഷെ വന്നിട്ടില്ല. പിന്നെ നിഫ്റ്റിയിൽ വന്നിട്ടില്ല. നിഫ്റ്റിയിൽ ഒരു എൻട്രി വന്നു. നോക്കാം, വെയിറ്റ് ചെയ്യാം. ഫ്യൂച്ചർ മാത്രം ടാപ്പ് ചെയ്തിട്ടുള്ളൂ മക്കളെ. സമയമുണ്ട്. നിഫ്റ്റിയിൽ ഫ്യൂച്ചർ ഒന്നും വന്നിട്ടില്ല കേട്ടോ. നിഫ്റ്റിയിൽ എൻട്രി വന്നിട്ടില്ല. നിഫ്റ്റി നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത ഏരിയ ടാപ്പ് ചെയ്തിട്ടില്ല. ടാപ്പ് ചെയ്യാതെ മാർക്കറ്റ് നിൽക്കുകയാണ്. ഏതായാലും വെയിറ്റ് ചെയ്യാം. ഫ്യൂച്ചറിൽ എടുത്തിട്ടില്ല, നിഫ്റ്റി സ്പോട്ടിലും എടുത്തിട്ടില്ല, രണ്ടിലും എടുത്തിട്ടില്ല. പക്ഷേ ഫ്യൂച്ചർ ബാങ്കിൽ മാത്രം ഇപ്പോൾ ഒരു എൻട്രി വന്നിട്ടുണ്ട് ഡൗൺ സൈഡിലേക്ക്. ചിലപ്പോൾ ബാങ്കിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ എൻട്രി വന്നു. ചിലപ്പോൾ ഇനി സ്പോട്ടിൽ വരുമ്പോൾ കുറച്ചും കൂടി ചെറിയ പ്രീമിയത്തിന് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പ്രീമിയം 684 എത്തിയില്ലേ. 660 തന്നെ വരട്ടെ, എന്നാലും നമുക്ക് എടുക്കുക. സമയം 10:23 ആയിട്ടുള്ളൂ. ഏതായാലും ചാൻസ് വരട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നിഫ്റ്റിയിൽ ഒരു സിംഗിൾ ക്യാൻഡിൽ ഒരു എൻട്രി ചെയ്യുന്നത്. ഞാൻ ആ ബാങ്കിൽ നോക്കിയിരിക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ സിംഗിൾ ക്യാൻഡിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ആ എൻട്രി എടുക്കാം, നിഫ്റ്റിയിൽ എടുക്കാം. ബാങ്കിൽ വരും തോന്നില്ല എനിക്ക്. ബാങ്ക് നല്ല ഫാളാവും തന്നുകൊടുക്കണം നിഫ്റ്റിയിൽ. പക്ഷേ പ്രീമിയം അത് 80 റേഞ്ചിലേക്ക് വരട്ടെ. നമ്മൾ ആദർശ് ബ്രോ എടുത്തിട്ടുണ്ട് ട്രേഡ്. ഞാൻ ആ സ്പൈക്ക് നിഫ്റ്റിയിൽ IDX എടുത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാനിവിടെ ബാങ്ക് നോക്കി നിൽക്കുക. ബാങ്കിലാണ് കിട്ടണില്ല. നിഫ്റ്റിയിൽ ഒരു പൊട്ടിക്ക് നല്ല എൻട്രി ഏരിയയാണ്. നല്ലതാണോ അറിയില്ല. നമ്മൾ പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയയാണ്. സിംഗിൾ ക്യാനിൽ വന്നത്. നമുക്ക് നല്ല ടാർജറ്റ് ഉണ്ട്. ഡെയിലി ഒരു 1:10 ഒക്കെ ഈസി ആയിട്ട്, 10 ഒന്നുമില്ല, 1:8 ഒക്കെ വരാൻ പറ്റിയ ടാർജറ്റ് ഉണ്ട്. എക്സ്പയർ ചെയ്യാനൊക്കെ ഉണ്ടേ, മൊമെൻറ്റം കിട്ടും. എൻ്റെ പൊന്നോ, 84 പ്രീമിയം കണ്ടതല്ലേ നമ്മൾ. ഒരു 80-ലേക്കൊക്കെ വരികയാണെങ്കിൽ ഒന്നുകൂടി എടുത്ത് നോക്കാം നമുക്ക്. ആദർശ് ബ്രോന് 72 ഇടാൻ കിട്ടി. 78 78.9 കണ്ടാൽ കിട്ടി. ആ ഒരു അറ്റ്ലീസ്റ്റ് 80 ലെവലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, 80-ലേക്ക് വരികയാണെന്ന് എടുക്കാം. വെയിറ്റ് ചെയ്യാം. ഫ്യൂച്ചർ മുകളിൽ മാർക്ക് ചെയ്ത് നിൽക്കുക. അപ്പോൾ വരും, കാത്തുനിന്നു. ബാങ്ക് ഉണ്ടോ? ബാങ്ക് ഇപ്പോൾ ആ ഒരു ഫ്യൂച്ചർ ചാർട്ട് ടാപ്പ് ചെയ്ത് ഓർമ്മയുള്ളൂ, പറന്ന് താഴേക്ക് വരുന്നുണ്ട്. നിഫ്റ്റി ഒന്നും കൂടി മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവൂലേ. നമുക്ക് പ്രീമിയം ഒന്നും കൂടെ ചെറുതായിട്ട് കിട്ടിയ അടിപൊളി. പത്തരായിട്ടുള്ളൂ, സമയം ഇഷ്ടം പോലെ ഉണ്ട്. എൻട്രി വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് താഴേക്ക് പോകണമെങ്കിൽ ഒന്നുകൂടി ഒക്കെ ഒന്ന് ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ വന്നാൽ രക്ഷപ്പെട്ട് എന്നല്ല, ചിലപ്പോൾ നേരെ മുകളിലേക്ക് നമ്മുടെ SL അടിക്കും കേട്ടോ. അത് വേറെ കാര്യം. 77 ആയിട്ടുണ്ട്. 86, 55, 80-ലേക്കൊക്കെ വരട്ടെ. നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊരു തിരിച്ചു വരവ് വരുന്നുണ്ടല്ലേ. അങ്ങോട്ട് തന്നെ വരട്ടെ. 320 അടുത്തൊക്കെ എത്തിയാൽ നമുക്ക് എടുക്കാം.
86 86 87 അങ്ങോട്ട് തന്നെ പോണേ. അങ്ങോട്ട് വാട നിഫ്റ്റി എൻ്റെ മുന്നേ ഫാളാൻ തോന്നുന്നുണ്ട്. എൻട്രി തരൂലേ? ഇപ്പോൾ ട്രേഡ് വലിയ മൂവ്മെൻ്റൊന്നും മൂവ് ചെയ്തില്ല കേട്ടോ. നമുക്ക് ഏകദേശം 78 എൻട്രി കിട്ടിയാൽ തന്നെ ഇപ്പോൾ 87 ആയിട്ടുള്ളൂ. വലിയൊരു 10 പോയിൻ്റൊക്കെ മൂവ് ചെയ്തിട്ടുള്ളൂ. വലിയൊരു മൂവ്മെൻ്റ് ഇല്ലെന്ന്. എന്താ അവസ്ഥ? പക്ഷെ ബാങ്ക് നിഫ്റ്റി ഡെയിലി ടൈം ഫ്രെയിം എടുത്തതിനെ കൊണ്ട് അതിലാണെങ്കിൽ എൻട്രി തന്നിട്ടില്ല. ഫ്യൂച്ചർ ചാർട്ടിലെ തന്നെ അത് പ്രത്യേക അത് എനിക്ക് തോന്നില്ല അത് എൻട്രി കിട്ടുന്നത്. ടാർജറ്റ് അടിച്ചിട്ട് കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് എൻട്രി കിട്ടുക. അപ്പോൾ എൻട്രി എടുത്തിട്ട് കാര്യമില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ല, മാർക്കറ്റ് എപ്പോഴും ഒരു ഇപ്പോൾ പ്രൈസ് ആക്ഷൻ ഓവറോൾ നോക്കും, നല്ല ബുള്ളിഷായിട്ട് തോന്നിച്ച് മാർക്കറ്റ് എന്ത് ചെയ്യും, അപ്സൈഡ് ലിക്വിഡിറ്റി. നിഫ്റ്റി ഓൾറെഡി ഇന്നലെ തന്നെ ഞാൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്സൈഡ് ഒരു 1 ഡേ ടൈം ഫ്രെയിമിൽ IDX. അതുപോലെ ബാങ്ക് നിഫ്റ്റി ഇപ്പം ഇന്ന് കൊടുത്ത് IDX ഉണ്ടാക്കിയിട്ടുണ്ട്. 90 എത്തില്ല പ്രീമിയം. ബാങ്ക് ഇന്നത്തെ ഡേലോ വലിയ ടാർജറ്റ് ഉണ്ട്. ഒരു 200 പോയിൻ്റ്, 200 അല്ല 100 ചില്ലാൻ പോയിൻ്റൊക്കെ സുഖമായിട്ട് കിട്ടും. ഒരു എൻട്രി വരട്ടെ, വെയിറ്റ് ചെയ്യാം. 10:33 ആയിട്ടുള്ളൂ. എന്താ പോക്കില്ലേ? 80 കാത്ത് നിൽക്കുക അവിടെ എൻട്രിക്ക്. 121 40 പോയിൻ്റ് ഇപ്പം തന്നെ പോയി. പക്ഷെ ഇപ്പോഴും നമ്മൾ ടാർജറ്റ് ഏരിയ എത്തിയില്ല എന്നുള്ളതാണ് രസം. 133 ടാർജറ്റ് ഇപ്പം അടിക്കും മിക്കവാറും. ഏതായാലും പ്രത്യേക ഒരു എൻട്രി ആയിപ്പോയി. ആദർശിനിപ്പോൾ ആദർശ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടോ. ആദർശ് ഞാൻ പറഞ്ഞ ബ്രാക്കറ്റ് ഓർഡർ ഉണ്ടല്ലോ, അതിന് 30 പോയിൻ്റ് ബുക്ക് ചെയ്തു. നമുക്ക് 155. എൻ്റെ അമ്മോ 70 പോയിൻ്റാണ് പോയത്. എൻ്റെ പൊന്നോ 70 അല്ല, പറന്ന് പോകണം. എനിക്ക് തോന്നുന്നു താഴെയുള്ള നമ്മൾ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി മാർക്ക് ചെയ്ത ഏരിയ വരെയൊക്കെ പോകുന്നു എനിക്ക് തോന്നുന്നു. 173. എൻ്റെ അമ്മോ, എന്നാലും എന്നോട് ചതി വേണ്ടായിരുന്നു നിഫ്റ്റി. ഭയങ്കര പോക്കാണല്ലോ പോണ്. ഇപ്പം ഇങ്ങനത്തെ ക്യാൻഡിലൊക്കെ വരുന്നത്. അതിപ്പോൾ ഡെയിലി IDXൻ്റെ ഒരു പവറാണ്ടോ. ബാങ്ക് ഒരു ഡെയിലി ലിക്വിഡിറ്റി എടുക്കാൻ കാത്തിക്കാൻ തോന്നുന്നു നിഫ്റ്റിയും താഴ്ന്നിറങ്ങാൻ. ബാങ്കും നല്ല ഇറങ്ങിയിട്ടുണ്ട്. ബാങ്ക് ഇപ്പോൾ 200 പോയിൻ്റിലധികം ഇറങ്ങി. പക്ഷെ ബാങ്കിൻ്റെ ടാർജറ്റ് അടിച്ചിട്ടില്ല കേട്ടോ. ബാങ്ക് ഇപ്പോഴും ഡേയിലോ എടുത്തിട്ടില്ല. ബാങ്കിന് ഇനി ഒരുപാട് സഞ്ചരിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിഫ്റ്റിയും കൂടെ സഞ്ചരിക്കുമല്ലോ പൊതുവേ. ഹെവി ക്യാൻഡിൽസ് വരുന്നുണ്ട്. ബാങ്ക് ഉണ്ടോ? ബാങ്ക് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ഇന്നത്തെ ഡേയിലോ എടുത്തിട്ടില്ല ബാങ്ക്. അപ്പോൾ ബാങ്കിന് ഇനിയും സഞ്ചരിക്കാനുണ്ട്. ആ ഫ്യൂച്ചർ ചാർട്ടിന് എൻട്രി ഇപ്പോൾ ടാർജറ്റ് അടിച്ചിട്ടുണ്ടോ, 1:5 അടിച്ചിട്ടുണ്ടോ. പക്ഷേ നമ്മുടെ ടാർജറ്റ് വെക്കുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ആ ഒരു ഏരിയയിലാണ്. ശിഷ്യന്മാരൊക്കെ ബുക്ക് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. ആശാനെ കിട്ടിയില്ല എന്നുള്ളൂ. അതാണ് അവസ്ഥ അല്ലേ? നിഫ്റ്റിയിലെ എൻട്രി മിസ്സായ ആളുകളും ഉണ്ട്. എൻ്റെ പോലെ തന്നെ ആളുകളുണ്ട് അല്ലേ? ബാങ്കിൽ നോക്കി ഇന്നുണ്ടാവും ആ സമയത്ത്. അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. പ്രീമിയം ഇങ്ങനെ പറന്ന് പോകണ്ടിട്ടേ. ഇനിയിപ്പോൾ ഇന്ന് ട്രേഡ് എടുക്കുന്ന സീനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇമോഷണൽ പ്രശ്നം വരുമോ? ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡ് എടുക്കണോ? എൻ്റെ അമ്മോ 10:38 ആയിട്ടുള്ളൂ. പോക്കുണ്ടോ മാർക്കറ്റ്? എങ്ങോട്ടാണ് ഈ പോണത്? ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഒരു പവറേ. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത എക്സാക്ട് ഏരിയ എന്നാണ് റിവേഴ്സൽ വരുന്നത്. എക്സാക്റ്റ് അല്ല, കുറച്ച് മുകളിൽ പോലെങ്കിലും അത്യാവശ്യം താഴേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കും പറന്ന് പോയെന്ന് എനിക്ക് തോന്നുന്നത്. 274 പ്രീമിയം. എൻ്റെ അമ്മ 200 പോയിൻറ്റ്സാണ് പോയത്. നമ്മളെ മറ്റേ ലോ ടാർജറ്റും അടിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ലോവസ്റ്റ് ഏരിയയിലുള്ള 24,125 അതും അടിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നിഫ്റ്റി ഇനിയൊന്നും നോക്കാമല്ല. 200 പോയിൻ്റാണ് പോയത്. വേണ്ട, അറ്റ്ലീസ്റ്റ് ട്രെയിൽ ഇങ്ങനത്തെ ഫാളിലൊക്കെ ഈസിയായിട്ട് ട്രെയിൽ ചെയ്യാമായിരുന്നു അല്ലേ? ഇനിയിപ്പോൾ ട്രെയിൽ എടുക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. ഏതായാലും ഈ ട്രേഡ് നോക്കട്ടെ, നല്ല ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ഞാൻ എൻട്രി എടുക്കണുള്ളൂ. അല്ലെങ്കിൽ സീനാണ് മൊത്തത്തിൽ. വല്ലാത്തൊരു മിസ്സായിപ്പോയി. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:16 ആയിട്ടുണ്ട്. ബൈ ചെയ്യാം നമുക്ക്. 24,100 കോൾ ഓപ്ഷൻ. കുറേ നേരമായിട്ട് നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത ലെവലിൻ്റെ അവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ട് ഒരു IDX ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഏരിയയിൽ നിന്നാണ് ട്രേഡ് എടുത്തത്. അപ്പോൾ നമുക്കൊരു
അപ്പ് സൈഡാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റ് ഇങ്ങനെ ഭയങ്കര ഹെവി ക്യാൻഡിൽസ് കണ്ടിട്ട് ഒരു പേടിയുണ്ട്. പറയാൻ പറ്റില്ല, നമുക്ക് അങ്ങനെയുള്ള മൂവ്മെൻറ്റ് ചിലപ്പം നേരെ മുകളിലേക്കും വരാം, നമുക്ക് പറയാൻ പറ്റില്ല. അതായത് രാവിലെ ഒരു ട്രേഡ് മിസ്സായതിനു ശേഷം പിന്നെ നമുക്ക് ഇപ്പോഴാണ് ഒരു അവസരം കിട്ടി വെച്ചാൽ ഒരു അപ്പ് സൈഡിലേക്കാണ് അവസരം കിട്ടി. ഡൗൺ സൈഡിലേക്ക് ഒരു ഐഡിയക്സ് ക്രിയേറ്റ് ആയിട്ടുമില്ല. പിന്നെ ഒരു 1 ഡേ ടൈം ഫ്രെയിമിൻ്റെ ഒരു ഐഡിയക്സ് ഉണ്ട് നിഫ്റ്റിയിൽ. അപ്പോൾ ചെറുതായിട്ട് തന്നെ ബുള്ളിഷ് ആവുമെന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ ബുള്ളിഷ് ആയിട്ടേ തിരിച്ച് താഴത്തേക്ക് തന്നെ ഇറങ്ങുള്ളൂ. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഈ ഒരു സിങ് ഹൈ എങ്കിലും നിയറസ്റ്റ് സിങ് അതിനൊന്നും സമയം ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ നോർമൽ ഓർഡറിനാണ് കൊടുത്തത്. വെറുതെ അല്ല, പെട്ടെന്ന് ഞാൻ വേണ്ട സ്റ്റോപ്പ് ലോസ് കൊടുക്കട്ടെ. ഞാൻ നോർമൽ ഓർഡറിലായി പോയി കൊടുത്ത് 60 പോയിൻ്റ് എൻട്രി. അപ്പോൾ നമുക്കൊരു 50 എത്രയാണ് 65-ന് 54 SL കൊടുക്കാം. 6 പോയിൻ്റ് അധികമല്ല, 6 പോയിൻ്റായി. ഈ ലോയും കൂടെ എടുത്ത് ചിലപ്പോൾ ഞാൻ കയറും അറിയില്ല. ഡെയിലി ടൈം ഫ്രെയിം എടുത്തതിനെ കൊണ്ട് നിഫ്റ്റിയിൽ ചെറിയൊരു അപ്പ് സൈഡ് പ്രതീക്ഷ ഉണ്ട് അല്ലേ. നോക്കാം, 1000 രൂപയൊക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. വരട്ടെ കയറി വരികയാണെങ്കിൽ അടിപൊളി. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യാം. ടാർഗറ്റ് ഈ അടുത്ത സിങ് ഹൈ തന്നെ ബുക്ക് ചെയ്യട്ടെ. കാരണം നമുക്ക് ഡൗൺ സൈഡ് ട്രേഡിന് ഒരു 5 മിനിറ്റ്സ് ഡൗൺ സൈഡ് ഏരിയയിലേക്കൊക്കെ ഓപ്പർച്യൂണിറ്റി ആണ് അവിടെ ടാപ്പ് ചെയ്യണ താഴേക്ക് നോക്കാം. താഴേക്കുള്ള എൻട്രിക്ക് കുറച്ചും കൂടി പവർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒന്ന് ബാങ്ക് ലിക്വിഡിറ്റി എടുത്തതല്ലേ. അപ്പോൾ താഴേക്ക് തന്നെ നോക്കാം. താഴേക്ക് നോക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മുകളിലേക്ക് കുറച്ചെങ്കിലും റിവേഴ്സൽ വരണം. ഒരു കൗണ്ടർ ട്രേഡാണ് ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ. ഡെയിലി ടൈം ഫ്രെയിംസ് എടുത്തിട്ടുണ്ടെങ്കിലും കൂടെ മാർക്കറ്റ് എങ്ങനെയാലും താഴേക്ക് കണ്ടിന്യൂസ് ഫാളോ ആകുമ്പോൾ ഇടയ്ക്കൊന്നൊരു അപ്സൈഡ് ലിക്വിഡിറ്റി എടുക്കണ്ടേ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അടിപൊളി. നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാം, താഴേക്കുള്ള എൻട്രിയും കൺസിഡർ ചെയ്യാം. അവിടുത്തെ ആ ഒരു ഏരിയയിൽ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെങ്കിൽ എടുക്കാം. നോക്കാം ഒക്കെ എല്ലാം വരും. ഇപ്പോൾ ഇങ്ങോട്ടന്നെ അതാ വരുന്ന. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. സമയം നമ്മുടെ SL അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓർഡറൊക്കെ കൂടെ കാണാം. പെട്ടെന്ന് പരിപാടി ഉണ്ട്. 11:16 എൻട്രി, 11:23 XL. ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു റിവേഴ്സൽ വരണ്ടേ. ഏതായാലും ഇന്ന് ഫസ്റ്റത്തെ ട്രേഡ് പോയതാ. ഫസ്റ്റ് ട്രേഡ് മിസ്സായും ചെയ്ത്, രണ്ടാമത്തെ തന്നെ SL അടിച്ചും ചെയ്ത്. ഇനി പ്രശ്നം എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി ഉണ്ട് ഇവിടെ 52,000 താഴെ ഒരുപാട് ദിവസങ്ങളായിട്ടില്ല. 52,000 മുകളിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ 52,000 താഴെ എടുക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അത് നോക്കാം. അതായിരിക്കും കുറച്ചുകൂടി നന്നാവും. ഇവിടെ ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. മുകളിൽ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യണമെങ്കിൽ താഴേക്ക് നോക്കാം, അവസരം നോക്കാം. അതായിരിക്കും നന്നാകാമെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ഇന്ന് ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. ഏതായാലും നോക്കട്ടെ. വളരെ നല്ല ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. ഞാൻ ഏതായാലും ഒന്ന് പുറത്ത് പോകണമെങ്കിൽ ഞാനേതായാലും അപ്ഡേറ്റ് ചെയ്യാം. സമയം 4:41 ആയിട്ടോ. പിന്നെ ഇന്ന് ഇനിയിപ്പോൾ വൈകിപ്പോയി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകി. ഞാൻ പറഞ്ഞാൽ വന്നത് ഓഫീസിലേക്ക്. ഞാൻ പറഞ്ഞു അതിന് ശേഷം ഞാൻ ട്രേഡ് എടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ പുറത്തിറങ്ങി പോയതാണ്. കാരണം ട്രേഡ് 1-2 ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഒരു ട്രേഡ് എടുത്തു. പിന്നെ ഞാൻ ഡൗൺ സൈഡിലേക്ക് ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു. മൊബൈലിലാണ് നോക്കിയത്. എന്നാലും ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിയും ബാങ്കൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും വന്നില്ല. ഞാൻ ചാർട്ട് കാണിച്ചു തരാം. ചാർട്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മളെ ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി രാവിലെ മാർക്ക് ചെയ്ത ഏരിയ എക്സാക്ട്ലി ഉണ്ടോ. ബാങ്ക് നിഫ്റ്റി താഴേക്ക് വന്നത് നല്ല മൂവ്മെൻറ്റം കിട്ടിയില്ലേ. ഞാൻ എന്താ പറഞ്ഞത്, നമ്മൾ മാർക്കറ്റിനെ ഈ രീതിയിൽ വീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോർമലി സപ്പോർട്ട് ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ, ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ആളുകൾ അപ്പ് സൈഡിലേക്ക് പ്രതീക്ഷിക്കുകയല്ലേ. ആ സമയത്താണ് നമ്മൾ ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി ബേസിൽ നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ല എൻട്രികളും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. കാരണം ഈ രീതിയിൽ ചിലപ്പം കുറേ കാലങ്ങളായിട്ട് നോർമൽ പ്രൈസ് ആക്ഷൻ, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, പിവോട്ട്, അങ്ങനെ മൂവിങ് ആവറേജ് ഇതൊക്കെ വെച്ചിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കുറച്ചും കൂടി ഈ ലിക്വിഡിറ്റി ബേസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്താൽ കുറച്ചും കൂടി ഒന്ന് മാർക്കറ്റിന് നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് കാലങ്ങളായിട്ട് വാച്ച് ചെയ്യുമ്പോഴേ ഏകദേശം ഐഡിയ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിന് ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ഒരുപാട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്സൈഡ് ലിക്വിഡിറ്റിയൊക്കെ. രാവിലത്തെ നമ്മുടെ ട്രേഡ് മിസ്സായതിനു ശേഷം വീണ്ടും ഒരു 52,284, പിന്നെ ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് അങ്ങോട്ട് വന്നിട്ടില്ല. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് നോക്കാമായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാൻ പറ്റിയ രീതിയിൽ ഇവിടെ ട്രേഡ് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ചെറിയൊരു മൊമെൻറ്റും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ട്രേഡ് എടുത്തിട്ടില്ല വെച്ചാൽ ഞാൻ ഡൗൺ സൈഡിലേക്ക് തന്നെ നോക്കാമെന്ന് വിചാരിച്ച് നിന്നതാണ്. അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഡെയിലി ടൈം ഫ്രെയിമൊക്കെ ടാപ്പ് ചെയ്തല്ലേ. അപ്പോൾ താഴേക്ക് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ മാർക്കറ്റ് കിട്ടിയിട്ടേ ഇല്ല. നമ്മുടെ നിഫ്റ്റിയിലെടുത്ത ട്രേഡ് നിഫ്റ്റിയിലും ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഏരിയകളൊക്കെ ഉണ്ടാവും. ഇവിടെയും മാർക്ക് ചെയ്ത് പക്ഷേ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിട്ട് അങ്ങോട്ട് വന്നിട്ടില്ല. എൻട്രി എടുത്തത് നമ്മുടെ SL അടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു എൻട്രി എടുത്തതാണ്. പുറത്തിറങ്ങിപ്പോയ മൊബൈലിലൊരു വീണ്ടും ഒരു IDX പോലെ ക്രിയേറ്റ് ആയ സമയത്ത് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ വന്നതായി തോന്നി.
ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ ശേഷം ഒരു ഏരിയൻ്റെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിൻ്റെ ക്യാൻഡലിൻ്റെ താഴെയൊക്കെ വന്നപ്പോൾ 12:01 എൻട്രി എടുത്ത് ഞാൻ പെട്ടെന്ന് എക്സിറ്റ് ചെയ്തും ചെയ്തിട്ടോ. എക്സിറ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഒന്ന് നമുക്ക് മാക്സിമം ഹോൾഡ് ചെയ്യാമെന്ന് കയ്യിലെ മൊബൈലിൽ കൊണ്ട് പിന്നെ ഇനി അഥവാ ടാർഗറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടില്ലെങ്കിലോ എന്നൊക്കെയുള്ളത് കൊണ്ട് പിന്നെ ഞാനത് എക്സിറ്റ് ചെയ്ത് ഇറങ്ങി. ഇനി ഞാൻ ഇറങ്ങാനുള്ള റീസൺ എന്താ വെച്ചാൽ അപ്സൈഡ് ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് നോക്കാമെന്നുള്ള വ്യൂ തന്നെയാണ് നിന്നത്. അത് ടാപ്പ് ചെയ്യുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചൊന്നും, പക്ഷേ അത് ടാപ്പ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് നല്ല ഡൗൺ സൈഡിലേക്കുള്ള പ്രതീക്ഷ വന്നത് എപ്പോഴാണെന്നറിയോ? നിങ്ങൾ ഈ ഒരു ഏരിയയിലെ പ്രീമിയത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഞാൻ എക്സിറ്റ് ചെയ്തതിന് ശേഷം വെറുതെ വാച്ച് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിന്ന് കൺസോൾട്ട് വീണ്ടും ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കോൾ ഓപ്ഷൻസിൻ്റെ പ്രീമിയം മുകളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു ചെറിയൊരു പ്രതീക്ഷ, അതെപ്പോഴും സംഭവിക്കാറില്ല, മീൻസ് എപ്പോഴും അങ്ങനെ ഇതുമല്ല, പക്ഷേ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഡൗൺ സൈഡിലേക്ക്, ഒരു അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്ന ഡൗൺ സൈഡിലേക്ക് പോകുന്നുള്ള. പക്ഷേ ഇതൊന്നും ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി പോലും അല്ല അത്, കാരണം വലിയൊരു ക്യാൻഡിലുള്ളിലായതുകൊണ്ട് ഇവൻ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെയൊക്കെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്, താഴേക്ക് നോക്കാമായിരുന്നു, പക്ഷേ ഒരു ലിക്വിഡിറ്റി ഒന്ന് പ്രോപ്പർ ഇതിൻ്റെ മുകളിലേക്കൊക്കെ വരികയാണെന്ന് നോക്കാമായിരുന്നു, പക്ഷേ അങ്ങോട്ട് വന്നിട്ടുമില്ല മാർക്കറ്റ്. കുറേ വാച്ച് ചെയ്തിരുന്നു, ഒന്നും സംഭവിച്ചില്ല. 3 മണി വരെ നോക്കിയിരിക്കുക, അല്ലാതെ ഒന്നും സംഭവിച്ചില്ല. എൻട്രി തരാതെ മാർക്കറ്റ് താഴേക്ക് അങ്ങനെ സ്ട്രൈറ്റ് ഫാളോ ചെയ്തുകൊണ്ടിരുന്നു. ബാങ്ക് നിഫ്റ്റി പിന്നെ അത് ബാങ്ക് നിഫ്റ്റിൻ്റെ അഫ്സി അതേപോലെ തന്നെ കുഴപ്പമില്ല. നമുക്ക് എന്താ പറയുക, ഒന്നാമത് രാവിലത്തെ ആ ഒരു ട്രേഡ് ജസ്റ്റ് മിസ്സായപ്പോൾ ഞാൻ ഇന്ന് ട്രേഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ 1-2 പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇമോഷൻ പ്രോബ്ലം വരുന്നൊരു കേസ് എവിടെയാണെന്ന് വെച്ചാൽ ഈ ലോസ് വരുമ്പോഴൊന്നല്ല, എനിക്ക് ട്രേഡിങ്ങിൽ ലോസ് വരുമ്പോഴല്ല എനിക്ക് ഇമോഷൻ പ്രശ്നം വരിക. എനിക്ക് ഇത്തരത്തിലുള്ള ചെറിയ കണ്ടുകൊണ്ട് എൻട്രി മിസ്സാവുന്ന സമയങ്ങളിൽ ചിലപ്പോൾ എനിക്ക് തന്നെ 1-2 എക്സാമ്പിൾസ് അനുഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ വലിയ ലോസ് വരുത്തിയിട്ടുണ്ട് പണ്ടത്തെ കാലത്ത്, കുറേ മുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില ദിവസങ്ങളിൽ അങ്ങനെ എൻട്രി മിസ്സായ സമയങ്ങളിൽ ഞാൻ അന്നത്തെ ദിവസം ചിലപ്പോൾ ട്രേഡേ ചെയ്യാറുണ്ടാവില്ല. ഇന്നിപ്പോൾ ഒരു ട്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ വെറുതെ രണ്ടാമത്തെ ഒരു ട്രേഡും ചെയ്തു എന്നുള്ളൂ. നോർമലി ഞാൻ പൊതുവേ അങ്ങനെ ദിവസങ്ങളിൽ വളരെ റയറായ ട്രേഡ് അത്രയും ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രോബ്ലം വരുന്ന ഒരു ഏരിയ അതാണ് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അത് കൺട്രോൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ പുറത്തിറങ്ങിപ്പോയത്, വേറെ കുറേ ആവശ്യങ്ങളും ഉണ്ടായിരുന്നു, 1-2 ആവശ്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ് പുറത്തിറങ്ങിയത്. പക്ഷെ എന്നാലും അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് എനിക്ക് ഇമോഷണലി ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് വരാറുള്ളത് എന്ന് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ട്രേഡ് എടുക്കേണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. ഞങ്ങൾ എടുത്തതാണ് ഒരു ട്രേഡ്. കാരണം ഡെയിലി ടൈം ഫ്രെയിം നിഫ്റ്റി ടാപ്പ് ചെയ്തില്ല, അപ്പ് സൈഡിലേക്കും പോകാനൊരു പോസിബിലിറ്റി ഉണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക, ലിക്വിഡിറ്റി കളക്ട് ചെയ്യാനാണെങ്കിലും മുകളിൽ വരെ പോയിട്ട് താഴേക്ക് വരാൻ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നന്നായി എന്ന് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഞാൻ അപ്പ് സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ട്രേഡ് എസ്എല്ലോടെ എസ്എല്ലായിരിക്കുന്നത്, അല്ലെങ്കിൽ ഡൗൺ സൈഡ് നോക്കാനാണെങ്കിൽ എൻട്രി വന്നിട്ടുമില്ല. ഏതായാലും കുഴപ്പമില്ല, നാളെയും ദിവസങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. നാളത്തെ ദിവസങ്ങളിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. എനിവേ താങ്ക് യു, ബൈ.